നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോർ യു. ലൈക്ക് യു മെന്റ് ടു ഹിയർ ദിസ് വീഡിയോ. ഞാൻ ഇങ്ങനെ ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടോ, ഫോർ യു എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഞാൻ സത്യം പറഞ്ഞാൽ പ്ലാൻഡ് ആയിരിക്കില്ല, പ്രിപ്പയർ ചെയ്ത് വെച്ചതായിരിക്കില്ല. എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓക്കെ ഇന്നൊരു ടോപ്പിക്കിൽ എടുത്ത് ചെയ്യാം, ഇത് സംവൺ നീഡ് ടു ഹിയർ ദിസ്, ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന വീഡിയോസിനാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറയാനുള്ളത്. ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. സോ ഇഫ് യു ക്ലിക്ക് ദിസ് വീഡിയോ, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരിക്കാം, ഇനി അല്ലാതെ ആയിരിക്കാം, വട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, യു മെൻ ടു ഹിയർ ദിസ്. എനിഹൗ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ലൈഫിലെ പാർട്ടുമായിട്ട് ഇത് റിലേറ്റ് ആവുന്നുണ്ടാവുമായിരിക്കാം. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, but my intuition says like that, so that's why I record such kind of videos. Okay, so whatever you're going through or in which phase you are, ചിലപ്പോൾ സ്ട്രഗിളിംഗ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ നല്ല ഫേസ് ആവാം, ബട്ട് ചില ചാലഞ്ചസ് ലൈഫിൽ വരുന്നുണ്ടാവും. whatever if it is, if you're going in a good phase, bad phase, middle, or whatever if it is, I just want to let you know one thing, that you will figure it out. ഇത് എങ്ങനെ ചെയ്തെടുക്കും, ഏത് രീതിയിൽ ഇത് നടത്തിയെടുക്കും എന്ന് ആലോചിച്ച് വെറി ആയിട്ടിരിക്കുക ആയിക്കോട്ടെ. എനിക്ക് ഇത്രയും ഏൺ ചെയ്യണം, അത് ഞാൻ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇത്രയും ഈ ലെവലിൽ എനിക്ക് എത്തണം, ഞാൻ അവിടെ എങ്ങനെ എത്തും, ലൈക്ക് അങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കുന്നവരാവും. വട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, വട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ. ഇപ്പൊ ഞാൻ എന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറഞ്ഞില്ല, ഒരു എന്റെ പല വേഴ്സ്റ്റ് ഡാർക്കസ്റ്റ് ഫേസിലും ഐ ഓൾവേസ് ടോൾഡ് ഇറ്റ് മൈസെൽഫ്. ഇനീഷ്യലി നമ്മളെല്ലാവരും ഹോപ്പ് ഒക്കെ ലൂസ് ആയി ഭയങ്കര വെറീഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം ഉണ്ടാവും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ടെൽ ടു മൈസെൽഫ് ദാറ്റ് ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ആ ഒരു വേർഡാണ് പലവിടുന്നും എന്നെ ക്ലൈംബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ നൗ ഐ എം കംപ്ലീറ്റ്ലി ഇൻ ടു സോഷ്യൽ മീഡിയ നൗ എ ഡേയ്സ്. അല്ലെങ്കിൽ ഈ അപ്കമിങ് ഒരു 1 year ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഐ നോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദിസ്, എല്ലാത്തിനും ഒരു നല്ല വശം ഉണ്ടാവും, ചീത്ത വശം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു ഗ്യാരണ്ടീഡ് റിസൾട്ട് ഒന്നും ഇല്ല. ഇത്രയും ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇന്ന റിസൾട്ട് വരണമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. വരാം, വരാതിരിക്കാം. സ്റ്റിൽ ഐ എം സെയിങ് ടു മൈസെൽഫ് ദാറ്റ് ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ഐ നീഡ് ടു ട്രൈ ആൻഡ് ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് വാട്ട് എവർ ഇഫ് ഇറ്റ് ഇസ് കംസ്. അതായത് ഹെഡ് വന്നാലും ടെയിൽ വന്നാലും നോക്കാം എന്ന രീതിയിൽ ഞാൻ എന്നോട് പറയുന്ന ഒരു വേർഡാണ് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്തൊരു കാര്യം നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോഴായിക്കോട്ടെ, ഒരു കെട്ടൊക്കെ പെട്ടി ഇങ്ങനെ പിണഞ്ഞു നിൽക്കുന്ന ഒരു സാധനം ആയിരിക്കും നമ്മുടെ ലൈഫിൽ വന്ന് കിടക്കുന്നുണ്ടാവാം. ഇഫ് എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് എ പസിൽ. ആ പസിൽ ഫുള്ള് കൊളാപ്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, അവിടെ ഇവിടേക്കായിട്ട് കിടക്കുന്നത്. നിങ്ങളതൊരു ഹാഫ് ആൻ അവർ ട്രൈ ചെയ്തു, അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ട്രൈ ചെയ്ത് നടക്കുന്നില്ല, പണ്ടായത് തന്നെ എന്നെ കൊണ്ട് പറ്റില്ല, ഇട്ടിട്ട് നിങ്ങൾക്ക് പോവാം, നോ ഇഷ്യൂസ്. ബട്ട് നിങ്ങൾ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ തന്നെ അർത്ഥമല്ലല്ലോ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പസിൽ ആയതുകൊണ്ടാണ് അതവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല, നിങ്ങൾ ഇട്ടിട്ട് പോയി. ഇനി അതല്ല, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു 2 days 3 days എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ലെവലിൽ ട്രൈ ചെയ്യാണ്, നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, അതിനെ അറിയുന്ന ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കുകയാണ്, എങ്ങനെയാ ചെയ്യുക, എന്താ ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവണമെന്നില്ല, നിങ്ങളുടെ ആവശ്യമായിരിക്കാം, നിങ്ങൾ അവരുടെ പിന്നാലെ പോകണമായിരിക്കാം, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലേൺ ചെയ്യാനായിരിക്കും, എങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ 2 3 4 5 ദിവസം ഒരു 6 ദിവസം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ആ പസില് സോൾവ് ചെയ്യാണ്. കാരണം അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ അവിടെ ടൈം കൊടുക്കുന്നുണ്ടോ, പേഷ്യൻസോടെ ഇരിക്കുന്നുണ്ടോ, ട്രൈ ചെയ്യുന്നുണ്ടോ, ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾ നേടിയെടുക്കാൻ പറ്റും എത്രത്തോളം പെർസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ പിന്നാലെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. അത് സോൾവ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ ഇതേപോലെ തന്നെയാണ് ലൈഫിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെ ഒരു എന്താ പറയാ കെട്ടിപ്പണഞ്ഞ് എടുക്കുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വരുന്നുണ്ടാവുക. അവിടെ നമ്മുടെ ഫ്രണ്ടിൽ 2 ചോയ്സ് ഉണ്ട്. കുറച്ചൊക്കെ ട്രൈ ചെയ്തു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഐ എം ഡൺ, എന്റെ കഥ തീർന്നു, എനിക്ക് മോശമായിട്ടുള്ളത് ഇത്രയും വലിയ പ്രശ്നം വന്നുകൊണ്ടാണ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത്, എന്നെ കൊണ്ട് ഇനി പറ്റില്ല എന്ന് ഇട്ടിട്ട് പോവാം. ബട്ട് ദ റിയാലിറ്റി ഈസ് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിലൂടെ എത്തുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ കുറച്ച് ട്രൈ ചെയ്തിട്ട് ഇട്ടിട്ട് പോയി, ഐ എം ഡൺ, അതൊരു ഓപ്ഷൻ. ഇല്ലാത്ത പക്ഷം ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് എല്ലാം അറിയണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോ അതിലെ ആ ഒരു ഹാർഡ്നെസ്, ആ ഒരു ടയേർഡ്നെസ് അവിടെ ഫീൽ ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മിയായി വരുന്നില്ല. സ്റ്റിൽ യു ആർ സെയിങ് ടു യുവർസെൽഫ് ദാറ്റ് ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് ആൻഡ് യു ആർ ട്രൈങ് കീപ് ട്രൈങ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, റെഡി ആവത്തില്ല എന്നാണോ? ഡെഫിനറ്റ്ലി ഇറ്റ് ഗോയിങ് ടു ബി ഫിഗർ ഔട്ട്. ലൈക്ക് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ അത്രയും ട്രൈ ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ അത് കെട്ടൊക്കെ അഴിച്ച് നല്ല രീതിയിൽ അത് സോൾവ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള ത്രെഡ് ആയിട്ട് മാറും. സോ ഇറ്റ്സ് ഓൾവേസ് അവർ ചോയ്സ്. ഐ എം ഡൺ എന്ന് പറഞ്ഞിരിക്കണോ, ഓർ ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോകണം. ഇഫ് യു സേ ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്, നമ്മുടെ ബ്രെയിൻ നമുക്ക് സൊല്യൂഷൻസ് തരാൻ തുടങ്ങും. അല്ലെങ്കിൽ മെല്ലെ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇത് ശരിയാക്കാന്ന് പെട്ടെന്ന് ബ്രെയിൻ അങ്ങനെയല്ല. നമുക്ക് ഏതിലൂടെ ഇന്നാളോടെ ഹെൽപ്പ് ചോദിച്ചാൽ ഇന്ന കാര്യം ചെയ്യാൻ പറ്റും, ഇന്നതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നതുപോലെ ചെയ്യാൻ പറ്റും, ഇത്ര പൈസ ഉണ്ടാക്കണം, അതിന് വേണ്ടിയുള്ള സ്കിൽസ് ഇതൊക്കെയാണ്, അത് പഠിക്കാൻ പറ്റും. ആ സ്കിൽസ് നല്ല മെന്റേഴ്സിന് പഠിക്കാനുള്ള ഓപ്ഷൻസ് അങ്ങനെ, അല്ലെങ്കിൽ
ആ ഒരു പെർട്ടിക്കുലർ ഗോൾ, പൈസ ആണെങ്കിൽ പൈസ, സോഷ്യൽ മീഡിയ ഗ്രോത്ത് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ജോബിൽ ഇത്ര സാലറി ആണെങ്കിൽ ഇത്ര സാലറി, അതിലോട്ട് എത്താനായിട്ടുള്ള സൊല്യൂഷൻസ്, അതിലൂടെ ഓരോ സ്റ്റെപ്പ് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസേഴ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതിലൂടെ കടന്ന് നമുക്ക് പോവാം. അതേസമയം ഐ എം ഡൺ, എനിക്ക് ഇത്ര വരുമാനം ഉണ്ടാക്കണം, പക്ഷെ എനിക്ക് അതിലൂടെ ഒരു ഓപ്ഷനും കാണുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് മടുത്തു, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൂട്ടി. നിങ്ങളെ വായു കൊണ്ടത് പറയുന്നിടത്ത് ഈ സംഭവം പിന്നെ ഒന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല, പറ്റില്ല, അത്ര തന്നെ, അവിടെ കഥ തീർന്നു. സോ ഇത് ഞാൻ പൈസ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇതേപോലെ എന്തും. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കേ, ഏതാ ബെറ്റർ, ഇതാണോ ശരിയാണ്. ഐ എം ഡൺ എന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ ടെൻഷൻ ഒന്നും ഇല്ല. പക്ഷെ ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ടയേർഡ്നെസ്, അവിടെ വരുന്ന മെന്റൽ പ്രഷർ, അവിടെ വരുന്ന എന്താ പറയാ പല കാര്യങ്ങളും, അതൊക്കെ നമ്മള് ഫേസ് ചെയ്ത് മുന്നോട്ട്, ആ ഒരു പേടി, ഫെയിലിയർ ആവൂ എന്നുള്ള ഒരു പേടി, ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ ഇതിൽ വലിയ ഇതൊന്നും ഇല്ല, ലൈക്ക് ആ ഒരു രീതിയിൽ. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ, പ്ലീസ് ട്രൈ ടു ഗോ വിത്ത് ദിസ് ഓപ്ഷൻ. ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് ബിക്കോസ് യു ഹാവ് ദ കാപ്പബിലിറ്റി ടു ഫിഗർ ഇറ്റ് ഔട്ട്. നമുക്ക് എല്ലാവർക്കും അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുക. ബാലൻസ് വരുന്ന വെച്ച് നമുക്ക് കാണാം. വി ആർ നോട്ട് ഹിയർ ഫോർ എവർ അല്ലേ? ഈ ഒരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു എർത്തില് എന്താ പറയാ 1000 വർഷമോ അല്ലെങ്കിൽ 1,00,000 വർഷമോ ജീവിക്കാൻ ആരും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല അല്ലേ? വി ആർ മാക്സിമം ഇന്നത്തെ കാലത്ത് എത്ര, ഒരു 70-80 വർഷം, 85 വർഷം, അതിനപ്പുറത്തോട്ടൊക്കെ ആരാ? സോ ഡോണ്ട് ക്വിറ്റ്, try and you will figure it out for sure. We will figure it out for sure. So yeah, it's all about this video.